നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാചകമില്ലേ, അവരാളാകെ മാറി, അവരൊക്കെ നല്ല നിലയിലെത്തി, അവർക്ക് നല്ല വളർച്ച ജീവിതത്തിലുണ്ടായി എന്നിങ്ങനെ കേൾക്കും ഇല്ലേ. നമ്മൾ വിചാരിക്കും സമ്പത്തിലാണ്, പണത്തിലാണ് വളർച്ച ഉണ്ടാകുന്നതെന്ന് ഇല്ലേ. അത് വേണം, പണം ഇല്ലെങ്കിൽ വെറും നമ്മൾ ഒന്നും അല്ലാതാകുകയുള്ളൂ. പണവും കൂടെ വേണം നമുക്ക് ജീവിക്കാൻ, അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പണത്തെ നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം. അതൊരു എനർജി ആട്ടോ. അതല്ല, നമ്മുടെ സ്വഭാവത്തിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളും നമുക്ക് മാറ്റിക്കൊണ്ടുവരണം. എന്തെങ്കിലും നല്ല സ്വഭാവങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും അത് മാറ്റാൻ വേണ്ടി, ദേഷ്യമാണെങ്കിലും വെറുപ്പാണെങ്കിലും അസൂയയാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ നമ്മൾ ആ സ്വഭാവത്തെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ അത് മാറ്റിയെടുക്കുക തന്നെ വേണം. അപ്പോഴാണ് നമ്മൾ വളരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണമുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവവും വളരും. നല്ല ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് ഇഷ്ടം, ദയ, കരുണ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വേണമെന്നേ. എന്തിനാണ് നമ്മൾ ആ കൊച്ചു ജീവിതത്തിൽ മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് നമുക്ക് ചോദിക്കാൻ ഇടണം. ഒരു ജന്തുക്കളോട് പോലും നമ്മൾ മോശമായിട്ട് പെരുമാറാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളും ഒരു സാമൂഹ്യ ജീവിയല്ലേ, നമ്മളും ഒരു ജീവി തന്നെയാട്ടോ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ നന്നായിട്ട് പെരുമാറാൻ, സ്നേഹത്തോടെ പെരുമാറാൻ, ചേർത്ത് നിർത്താൻ, അതും കൂടെ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന ഒരു നല്ല ഗുണമായിട്ട് എടുക്കുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വളരുകയുള്ളൂ. എല്ലാ മേഖലകളിലും വളർന്നാൽ മാത്രമേ ആ വളർച്ച പൂർത്തിയാകുകയുള്ളൂ ഇല്ലേ. അല്ലാണ്ട് ഒരു മേഖലയിൽ മാത്രം വളരുകയും മറ്റുള്ള മേഖലകളെല്ലാം മോശമായി കിടന്നിട്ടുണ്ടെങ്കിൽ അതിനെ വളർച്ച എന്ന് പറയാൻ പറ്റുമോ? അത് ധിക്കാരമായിട്ടും അത് ദുഷ്ടതരമായിട്ടും മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ മേഖലകളിലും വളരാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്.